നമസ്കാരം, മഞ്ജുഷയാണ്. നമ്മുടെ 21 ഡേ ബ്രേക്കപ്പ് വിത്ത് യുവർ മൈൻഡ് ജേണിയിലെ ഡേ 2ലേക്ക് രണ്ടാമത്തെ പടിയിലേക്ക് നമ്മളിന്ന് കിടക്കുകയാണ്. ആദ്യത്തെ പടി ഇത്രയും കാലം നമ്മുടെ കൂടെ നടന്ന് നമ്മൾ പോലും അറിയാതെ നമ്മുടെ ജീവിതം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ മങ്കി മൈൻഡിനോട് ബ്രേക്കപ്പ് പറയുക, പറഞ്ഞുകൊണ്ടേയിരിക്കുക എന്നതായിരുന്നു. ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ നിങ്ങൾ ഉറപ്പായും ചിന്തിച്ചു കാണും, മനസ്സെങ്ങനെയാണ് നമ്മുടെ ശത്രു ആവുന്നത്? നമ്മളും മനസ്സും ഒന്ന് തന്നെയല്ലേ? നമ്മൾ നൽകുന്ന ഇൻസ്ട്രക്ഷൻസിനനുസരിച്ചല്ലേ മനസ്സ് പ്രവർത്തിക്കുന്നത് എന്നൊക്കെ. നമ്മുടെ മനസ്സ് ഇന്നതാണ്, ഇവിടെയാണ് അതിൻ്റെ സ്ഥാനം, ഇങ്ങനെയാണത് വർക്ക് ചെയ്യുന്നത് എന്നൊന്നും പറഞ്ഞു തരാനോ കാണിച്ചു തരാനോ ഞാൻ ആളല്ല. പക്ഷേ വളരെ സിമ്പിളായി എനിക്കൊരു കാര്യം പ്രൂവ് ചെയ്ത് തരാൻ പറ്റും. നമ്മുടെ മനസ്സ് നമ്മുടെ കൺട്രോളിലാണോ അല്ലയോ എന്നുള്ള കാര്യം. എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാനിന്ന് നിങ്ങൾക്ക് ഒരു ടാസ്ക് തരാം. ഇന്ന് മുഴുവൻ നിങ്ങൾ കുരങ്ങനെക്കുറിച്ച് ചിന്തിക്കാൻ പാടില്ല. ഇത് സിമ്പിളല്ലേ? അല്ലെങ്കിലും ഞങ്ങൾ കുരങ്ങനെക്കുറിച്ച് ചിന്തിക്കാറില്ല. ശരിയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ ചിലപ്പോൾ ഒരിക്കൽ പോലും കുരങ്ങനെക്കുറിച്ച് ചിന്തിച്ചിട്ടേ ഉണ്ടാവില്ല. പക്ഷേ ഇന്ന് നിങ്ങൾ 1000 വട്ടമെങ്കിലും അതിനെക്കുറിച്ച് ചിന്തിക്കും, വിഷ്വലൈസ് ചെയ്യും, പറയുകയും ചെയ്യും. ഇന്നത് ചിന്തിക്കാൻ പാടില്ല എന്ന നിങ്ങളുടെ ഒരു ചെറിയ ഇൻസ്ട്രക്ഷൻ പോലും അനുസരിക്കാതെ നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ കൺട്രോളിലാണെന്ന് എങ്ങനെ പറയും? രൂപത്തിൽ കുറച്ച് വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിലും മനസ്സിൻ്റെ കാര്യം വരുമ്പോൾ കുരങ്ങാണ് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല ജീവി. അതിങ്ങനെ റെസ്റ്റ്ലെസ്സായി എപ്പോഴും ഒരു കൊമ്പിൽ നിന്ന് മറ്റേ കൊമ്പിലേക്ക് ചാടി ചാടി കളിക്കും പോലെ നമ്മുടെ മങ്കി മൈൻഡ് ഒരു ചിന്തയിൽ നിന്ന് അടുത്തതിലേക്ക് ഇങ്ങനെ ചാടിപ്പോയിക്കൊണ്ടേയിരിക്കും. പോരാഞ്ഞിട്ട് എപ്പോഴും ഇതിങ്ങനെ നിർത്താതെ ചിലച്ചുകൊണ്ടേയിരിക്കും. നമ്മളെങ്ങനെ ഡിസ്ട്രാക്റ്റ് ചെയ്യണമെന്ന് ഈ ശത്രുവിന് നന്നായി അറിയാം. സെർച്ച് എഞ്ചിനുകളും നമ്മൾ ഉപയോഗിക്കുന്ന ആപ്പുകളുമൊക്കെ നമ്മുടെ സെർച്ച് ഹിസ്റ്ററി അനുസരിച്ച് ഒരു അൽഗോരിതം സെറ്റ് ചെയ്യുമല്ലോ. അതിൻ്റെ ബേസിസിലാണല്ലോ നമ്മൾ തിരയാൻ സാധ്യതയുള്ള നമ്മുടെ താല്പര്യങ്ങൾക്കനുസരിച്ചുള്ള സെർച്ച് റിസൾട്ടുകൾ നമ്മുടെ സ്ക്രീനിന് മുന്നിലെത്തുന്നത്. അതൊക്കെ മേലെയുള്ള ഒരു അൽഗോരിതം നമ്മുടെ മനസ്സ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പലപ്പോഴായി നമ്മൾ തന്നെ കൊടുത്ത പല ഇൻപുട്ടുകളിൽ നിന്നാണ് ഈ അൽഗോരിതം സെറ്റാക്കിയിരിക്കുന്നത്. സെർച്ച് എഞ്ചിൻസിൻ്റെയും ആപ്പുകളുടെയും ഒക്കെ അൽഗോരിതം ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത് പോലെ നമുക്ക് നമ്മുടെ മനസ്സിൻ്റെ അൽഗോരിതവും മോഡിഫൈ ചെയ്യാൻ പറ്റും. അതിനാദ്യം മനസ്സ് നമ്മളും തമ്മിൽ വളരെ ക്ലിയറായ ഒരു അകലം കൊണ്ടുവന്നേ പറ്റൂ. മനസ്സൊരു പവർഫുൾ ടൂളാണ്. നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ ഫോൺ പോലെയാണതെന്ന് ഒന്ന് ചിന്തിച്ച് നോക്കൂ. ഇതില്ലാതെ നമുക്ക് പറ്റില്ല. ഇതുകൊണ്ട് വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, ഒന്നും ചെയ്യാതെ ഇരിക്കാൻ പറ്റും. ഇതിന് നമ്മളെ നശിപ്പിക്കാനും പറ്റും, ഉയരങ്ങളിലേക്ക് എത്തിക്കാനും പറ്റും. ഈ മനസ്സെന്ന ടൂൾ നമ്മളെ നശിപ്പിക്കാൻ വേണ്ടിയാണോ അതോ ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണോ ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അതിനായി ഇത്തിരി മാറിയിരുന്ന് നമുക്കതിനെ വാച്ച് ചെയ്യണം. നമ്മളെ തളർത്താനല്ല, മറിച്ച് വളർത്താനുള്ള ഒരു പവർഫുൾ ടൂളായിട്ട് നമുക്കിതിനെ മാറ്റിയെടുക്കണം. വലിയ കാര്യങ്ങളൊന്നും നമ്മളതിനായിട്ട് ചെയ്യണ്ട. ചെറിയ കാര്യങ്ങൾ, വളരെ സിമ്പിളായിട്ടുള്ള സ്റ്റെപ്സ്, അതിലാണ് നമ്മൾ ഓരോ ദിവസവും ഫോക്കസ് ചെയ്യുന്നത്. ഇന്നലെ നമ്മൾ ബ്രേക്കപ്പ് ചെയ്ത ഒരാളോട് നമ്മൾ ഇന്ന് പോയി ഇടിച്ചു കയറി മിണ്ടോ? ചുമ്മാ അയാൾ പറയുന്നത് മുഴുവൻ കേട്ടോണ്ടിരിക്കോ? ഇല്ല. സോ ഇന്ന് ഈ മങ്കി മൈൻഡ് നമുക്ക് തരുന്ന നോട്ടിഫിക്കേഷൻസ്, അതായത് നമ്മുടെ റാൻഡം തോട്ട്സ്, നമ്മുടെ ഫോണിൽ ഈ അൺവാണ്ടഡ് നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണോ തോണ്ടിക്കളയുന്നത് അതുപോലെ അങ്ങ് തോണ്ടിക്കളയണം. എങ്ങനെയെന്ന് ചോദിച്ചാൽ സിമ്പിളാണ്. ഒരാവശ്യമില്ലാത്ത കുറേ റാൻഡം തോട്ട്സുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിക്കാൻ നമ്മുടെ മങ്കി മൈൻഡ് വരുമ്പോൾ ഒന്ന് പോസ് ചെയ്യുക, ഒരു ഡീപ്പ് ബ്രെത്ത് എടുക്കുക. നമ്മൾ തമ്മിൽ ബ്രേക്കപ്പ് ചെയ്ത കാര്യം മനസ്സിനെ ഒന്ന് റിമൈൻഡ് ചെയ്യുക. ഐ ആം നോട്ട് മൈ മൈൻഡ് എന്ന് സ്വയം ഒന്ന് ഓർമ്മിപ്പിക്കുക. ഇന്നത് മാത്രം ചെയ്താൽ മതി. ഞാനീ പറയുന്നതൊക്കെ എൻ്റെ കാര്യത്തിൽ ഞാൻ അപ്ലൈ ചെയ്ത് സക്സസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ഫോർമുലാസ് ആണ് കേട്ടോ. നിങ്ങളുടെ കാര്യത്തിൽ എങ്ങനെയാണെന്ന് ഇതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കിയ ശേഷം എന്നോട് പറയണം.